ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ജോയ് ബോയിനെ കുറിച്ചാണ്. അപ്പോൾ ജോയ് ബോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എന്നിട്ട് ആ ബെല്ലൈക്കൺ കൊണ്ട് നന്നായി ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. 800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വോയിഡ് സെഞ്ചുറി സമയത്ത് ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജോയ് ബോയ്. അതുപോലെ തന്നെ നമ്മുടെ ലൂഫി നമ്മുടെ ജോയ് ബോയുടെ റീഇൻകാർണേഷനുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മളെന്നാൽ പണ്ടത്തെ ജോയ് ബോയിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോയ് ബോയ് നമ്മുടെ കൂമയുടെ അതേ ട്രൈബിൽപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജോയ് ബോയുടെ ഒരു സ്ട്രോ ഹാറ്റ് നമ്മുടെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, മെറി ജോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയുള്ളത് വലിയ സൈസിലുള്ളതാണ്. നമ്മളത് കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു വലിയ സൈസിലുള്ള സ്ട്രോ ഹാറ്റാണ്. അതുപോലെ തന്നെ ജോയ് ബോയ് ഒരു ജയൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ആ റോബോട്ടിൻ്റെ കൂടി ജോയ് ബോയ് തൻ്റെ ഹാക്കിനെ പറ്റി പറയുന്ന സീന്. അതിൽ ജോയ് ബോയ് ഏകദേശം ആ റോബോട്ടിൻ്റെ തലയുടെ സൈസുണ്ട്. അപ്പോൾ കൂമയുടെ അതേ ട്രൈബിൽപ്പെട്ട ഒരു ക്യാരക്ടറാകാൻ ചാൻസ് കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട് ഇക്കാര്യം. നമ്മുടെ ജോയ് ബോയുടെ ഡെത്തിന് ശേഷമാണ് നമ്മുടെ ഡെവിൽ ഫ്രൂട്ട് എക്സിസ്റ്റൻസിൽ വന്നത്. അപ്പോൾ ഈ ജോയ് ബോയുടെ ഡെത്തും ഈ ഡെവിൽ ഫ്രൂട്ടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഫ്യൂച്ചർ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ജോയ് ബോയുടെ ഡെത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോയ് ബോയ് മരിക്കാൻ കാരണം നമ്മുടെ ജോയ് ബോയുടെ തന്നെ ക്രൂവിലുള്ള ആരോ ഒരുത്തരും ബിട്രേ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജോയ് ബോയ് മരിക്കാൻ കാരണമായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ജൊനീഷയും അതുപോലെ തന്നെ നമ്മുടെ ഈ റോബോട്ടും കേട്ടിക്കണ്ട ആ റോബോട്ടും നമ്മുടെ ജോയ് ബോയിനോട് എപ്പോഴും സോറി പറയുന്നത്. നമ്മുടെ ജോയ് ബോയിനെ നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ ബിട്രേ ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള ക്യാരക്ടർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമു സമം നമ്മുടെ ജോയ് ബോയുടെ ക്രൂ ആയ ഡോൺ പാരറ്റ്സിലെ ഒരു മെമ്പറായിരിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലിലിയുടെ ബോഡി പോസസ് ചെയ്തതിന് ശേഷം നമ്മുടെ ജോയ് ബോയിനെ ലിലി ആയിരിക്കും ബിട്രേ ചെയ്തിട്ടുണ്ടാകുക. ഇങ്ങനെയായിരിക്കാം നമ്മുടെ ജോയ് ബോയ് പാസ്റ്റിലും മരിച്ചിട്ടുണ്ടാകുക. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ഫിഷ്മാൻ ആനലിനും അതുപോലെ തന്നെ മറ്റുള്ള ഫോണി ക്ലിപ്സിലൊക്കെ ജോയ് ബോയ് തൻ്റെ അപ്പോളജി രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കാണുന്നത്. കാരണം തൻ്റെ ക്രോമേറ്റ്സിൻ്റെ മേലെ ഇത്രയും ട്രസ്റ്റ് വെച്ചതുകൊണ്ടാണ് സംഭവിക്കാൻ കാരണമെന്ന് ജോയ് ബോയ്ക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഫോണി ക്ലിപ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു അപ്പോളജി വരാൻ കാരണം. നമ്മുടെ ജോയ് ബോയ് പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമുക്ക് ഓടെ തന്നെ ഉണ്ട്. നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി നമ്മുടെ റോബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ 5 എൽഡേഴ്സിനൊക്കെ പേടിച്ച് വരുന്നൊരു സീനുണ്ട് നമ്മുടെ മാങ്കയിൽ. അത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ജോയ് ബോയ് എത്രമാത്രം പവർഫുൾ ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂനെ വരെ മുട്ടിലാക്കാൻ പവറുള്ള ഒരു ഹാക്കിയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു ഒറ്റ സീനോടെ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജോയ് ബോയ് അത്രമാത്രം പവർഫുൾ ആണെന്ന്. അപ്പോൾ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ ഇമൂൻ എന്തായാലും ഒറ്റക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ ജോയ് ബോയിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒരു ബിട്രയിൽ നടന്നിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് ബോയിനെ കുറിച്ചുള്ള മറ്റൊരു തീരാണ് നമ്മുടെ ജോയ് ബോയ് എല്ലാം നിക്ക എന്ന് പറയുന്നത് നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ നമ്മുടെ സ്ലേവ്സ് വാർഷിപ്പ് ചെയ്തിരുന്നൊരു ഗോഡാണ് നിക്ക. ആ നീക്കയുടെ റീഇൻകാർണേഷനാണ് ജോയ് ബോയ് എന്നാണ് പറയുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഫി ആ നിക്കയുടെ 3ാമത്തെ റീഇൻകാർണേഷനാണ്. ഈ തിയറീസൊക്കെ സത്യമാകാതിരിക്കുക അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും എനിക്കറിയാവുന്നത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തിനെക്കുറിച്ചാണ് വീഡിയോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്കറിയാമെങ്കിൽ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ നമുക്കണം. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ക്രൈറ്റീരിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുക. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ അമർത്തിക്ക്. മറ്റൊരു കാണുന്നുണ്ട്. ബൈ ബൈ.